ഞാൻ സുരേഷ് പൂനൂർ, പൂനെ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാൻ കാരണം എല്ലാവർക്കും തോന്നിക്കൊണ്ട് ഞാൻ വലിയൊരു എഴുത്തുകാരനാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പലരൊക്കെ അങ്ങനെ കരുതിയിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ ഭയങ്കര എഴുതുന്ന ആളാണെന്ന്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും മുതലെടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം പത്രധർമ്മം. പത്രവും ധർമ്മവുമായിട്ട് എന്തോ ഒരു യോജിക്കാത്ത പോലെ എനിക്ക് തോന്നുന്നു. ധർമ്മം എന്ന് പറയുമ്പോൾ കടമ എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ? പക്ഷെ ധർമ്മം പത്രങ്ങൾ പാലിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാൻ നോക്കുമ്പോൾ നമ്മളൊരു 5 പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് 5 വിധത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതെന്താണ് പത്രധർമ്മം? ഒരു പത്രം നമ്മൾ തുടങ്ങുമ്പം എപ്പോഴും മനസ്സിലാലോചിക്കുന്നത്, ഒരു പത്രം നമ്മൾ വരുത്തുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എന്താണ്? ഏതൊരു സംഭവവും സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുവടൊപ്പിച്ച് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പല വാർത്തകളെയും വളച്ചൊടിക്കുന്നു. അസത്യങ്ങളും അർദ്ധസത്യങ്ങളും, ഒരുപക്ഷെ അർദ്ധസത്യം തന്നെ ഒരുപക്ഷെ ഒരു നേരിട്ടുള്ള സംഭവത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റാം. നമ്മളെല്ലാം നേരായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഈ പത്രം വായിക്കുന്നത് അല്ലെങ്കിൽ ടി വി കാണുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, എത്ര ചാനലുകളുണ്ട് ടി വിയിലായാലും. അതിലൊക്കെ ഒരു ചാനൽ കാണിക്കുന്ന വാർത്ത പോലെയാണോ ഒരേ വാർത്ത ഒരു സംഭവത്തെ മറ്റൊരു ചാനൽ കാണിക്കുന്നത്? എല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു അതിപ്രസരം നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് നമ്മൾ ഈ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നത്? പല കാര്യങ്ങളും അത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അത് എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിത് ഓരോന്ന് വായിക്കുന്നത്. പക്ഷെ ഓരോ പാർട്ടികളുടെയൊക്കെ മുഖപത്രമായിട്ട് മാറിയിരിക്കുന്നു പല പേപ്പറുകളും. തുടക്കത്തിൽ നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ പറഞ്ഞ പോലെ ഓരോ ആളുകളും ഓരോ പേപ്പർ വാങ്ങുന്നത് പോലും ആലോചിച്ചിട്ടാണ്. ഞാൻ എന്തുവാണ് ഞാൻ വാങ്ങേണ്ട പേപ്പർ, ഞാൻ വായിക്കേണ്ട പേപ്പർ ഇതാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ വായിക്കേണ്ട പേപ്പർ ഇതാണ്. അല്ലെ ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ ഈ പേപ്പർ വായിക്കാൻ പാടൂ. മറ്റേ പേപ്പർ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു അയിത്തം പോലെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഈ ഒരു 10 പേപ്പറുകളും 10 പേപ്പറും ഒരുപോലെ ആയിരുന്നു വാർത്തയെങ്കിൽ, സത്യസന്ധമായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ വീക്ഷണത്തെയും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ, നമ്മുടെ സമൂഹത്തിലെ വിശിഷ്ട വ്യക്തിയെ എടുത്തു കാണിക്കാനും അല്ലെ അവരെ ഉയർത്തി കാണിക്കാനും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തരം വില കുറഞ്ഞ കുതന്ത്രമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ മാധ്യമത്തിൻ്റെ കഴിഞ്ഞാലും ഇനി എഴുത്തുകാരെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം. എഴുത്തുകാർ പോലും അവരുടെ വ്യക്തമായ രാഷ്ട്രീയ വീക്ഷണം അവർക്കുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് അഭിപ്രായമല്ല അവർ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് എൻ്റെ ചിന്താഗതിയെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ അവൻ സത്യം പറഞ്ഞാൽ ആ വ്യക്തി, ആ എഴുത്തുകാരൻ ചെയ്യുന്നത് ആ സമൂഹത്തോട് ഏറ്റവും ദ്രോഹമാണ്, അനീതിയാണ്, അക്രമമാണെന്നാണ് ഞാൻ പറയൂ. അന്യായമാണത്. ശരിക്കും ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം രക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരൻ അവൻ്റെ കയ്യിൽ തോക്ക് കൊടുത്തിരിക്കുകയാണ്. അവൻ ജാതി മതം നോക്കിയിട്ടല്ല, നമ്മുടെ അന്യദേശത്തുള്ള ആര് വന്നാലും ശത്രു എന്ന് മനസ്സിലാക്കുന്ന ഒരു പൊതു ശത്രു ഉണ്ട് അവന്. ജാതിയുടെ മതത്തിൻ്റെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും വർണ്ണ വിഭജനത്തിൻ്റെ പേരിലല്ല അവനെ നമ്മൾ തിരിച്ചറിയുന്നത്. ആ വ്യക്തിയെ അവൻ നമ്മുടെ അതിർത്തി കടന്നു വന്നാൽ നശിപ്പിച്ചിരിക്കും. അതുപോലെ ഒരു എഴുത്തുകാരന് ഡ്യൂട്ടിയുണ്ട്. അവൻ്റെ പടവാളുന്നത് അവൻ്റെ തൂലികയാണ്. അവൻ്റെ തൂലികയിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് പുറത്തു വരേണ്ടത്. അത് നീതിപൂർവകമായിരിക്കണം. നമ്മൾ തോന്നുന്ന പോലെ, നമ്മുടെ മനസ്സിന് തോന്നുന്ന പോലെ എഴുതുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് സത്യസന്ധമായിരിക്കണം ആ അഭിപ്രായം.
ഒരുപക്ഷെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ഒക്കെ മാറ്റി മറയ്ക്കാൻ അവൻ്റെ കരുത്തുള്ള വാക്കുകൾ, കരുത്തുള്ള എഴുത്തിന് തൂലിക്ക് സാധിക്കും. പക്ഷെ നമ്മളാരും അത് ശ്രമിക്കാറില്ല. ഇപ്പോഴും നമ്മളും കായും പൂവും പൊഴിയും കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ശക്തമായ നിങ്ങളുടെ തീരുമാനം മനസ്സിൽ വരുമ്പോൾ ആ അഭിപ്രായത്തെക്കുറിച്ചൊന്ന് എഴുതി നോക്കൂ. ഒരുപാട് നിങ്ങൾക്ക് എതിര് വരും. പല പുസ്തകങ്ങളും ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? പലരും അങ്ങനെയുള്ളവരൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടും. പക്ഷെ അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്നവനാണോ എഴുത്തുകാരൻ? സത്യസന്ധമായിട്ട് എഴുതിയിട്ട് സമൂഹത്തിന് അവനിൽ എന്തെങ്കിലും ഒരു മുതൽക്കൂട്ട് വേണ്ടേ? പക്ഷെ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് അവാർഡ് വേണം. ഒരു പക്ഷേ ഞാനൊരു കക്ഷിയിൽ വിശ്വസിക്കുന്ന ഭരണപക്ഷത്തോ ഉള്ള പറ്റുള്ളവർ എനിക്ക് വളരെ അടുപ്പമുണ്ടെങ്കിൽ അവാർഡുകൾ പോലും ഇവിടെ വിൽക്കപ്പെടുന്നു. കഴിവ് നോക്കിയിട്ടോ ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ മറന്നിട്ട് നമ്മുടെ ശക്തമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ തൂലികയിലൂടെ പ്രകടിപ്പിക്കാൻ നമുക്ക് ഓരോ എഴുത്തുകാരനും സാധിക്കണം. എങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം രക്ഷപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.